ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XASD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 17th ആണ്. ഇന്ന് ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വന്നിരിക്കുന്നത് ബൈ ട്രെൻഡിലാണ് ഉള്ളത്. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 12:30 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു ഡേ ടൈമിൽ എപ്പോഴും സൈഡ് വൈസ് മാർക്കറ്റ് ആണ്. രണ്ട് സൈഡിലും നമുക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ എടുത്താലും ബൈ എടുത്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും അതുപോലെ തന്നെ റിസ്ക് കൂടിയ മാർക്കറ്റാണ് ഈ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നമുക്കുള്ളത്. വളരെയധികം ലോസുകൾ വരാനുള്ള സാധ്യത, അതായത് ഹെഡ്ജിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനും അതല്ലെങ്കിൽ SL ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ് കൂടിയാണിത്. പക്ഷെ നമുക്ക് SL ഇല്ലാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹെഡ്ജിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ അറിയുന്ന ആളുകൾക്ക് ഈ ഒരു മാർക്കറ്റ് ബൈയും സെല്ലും ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാനും റിസ്കിനെ മാനേജ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. അതായത് ഒരു ഡേ ടൈമിലെ കാര്യമാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഒക്കെയാണ് നമുക്ക് കൂടുതലും നല്ല നല്ല ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ട്രെൻഡിലാണെങ്കിൽ രണ്ട് സൈഡിലേക്കും വളരെയധികം റിജക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ് ആണ്. അപ്പൊ നിലവിൽ 4405 മുതൽ 4399 98 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ സെല്ല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4416 ആണ്. അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 4422 4418 ലെവലുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ലോവസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 4367 റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് വലിയൊരു രീതിയിൽ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4480 മുതൽ 4490 വരെയൊക്കെയുള്ള റേഞ്ചുകൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. വളരെ വേഗത്തിൽ തന്നെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ചാർട്ടിൽ നമ്മൾ എന്താണോ കാണുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് കൂടുതലായിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു അനാലിസിസിന്റെ ബേസിൽ മാത്രമാണ്, എല്ലാവർക്കും അത് ഈ രീതിയിലാണോ എന്നുള്ളത് അറിയില്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ട്രേഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം കെയർഫുള്ളി മാത്രം ട്രേഡ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.